ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ തന്നെ ഞാൻ ഈ പേസ്റ്റും ബ്രഷുമായിട്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയത്തില്ലേ? പല്ല് തേക്കാൻ. അല്ലാണ്ട് പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ചായ കുടിക്കാനാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായിരുന്നത് പുട്ടും കിഴങ്ങ് കറിയുമായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ അടുക്കള വശത്തുള്ള ഒരു ഗാർഡനാണ്. വലുതായിട്ട് ശ്രദ്ധിക്കപ്പെടാത്തൊരു ഗാർഡൻ ആയതുകൊണ്ട് ഇപ്പോഴാണൊന്ന് കയറിയത്. ഇത് ഞങ്ങളുടെ അപ്പുറത്തൊരു പറമ്പാണ്. ഈ പറമ്പ് നല്ല രസമാണ്. ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു മഞ്ഞപ്പൂക്കൾ, ഇതിങ്ങനത്തെ ഒരുപാട് മഞ്ഞപ്പൂക്കളുണ്ട് ഇവിടെ. അതുകൊണ്ട് ഏതൊരു വെച്ച് പിടിപ്പിച്ചൊരു തോട്ടത്തിൽ നിൽക്കുന്ന പോലെയാണ്. പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. ഇനിയിപ്പോൾ ഫുള്ള് പ്രകൃതി രമണീയതയായിരിക്കും. അതുകൊണ്ടിപ്പം തൽക്കാലത്തേക്ക് ഞാനൊന്നും പറഞ്ഞു കുളവാക്കുന്നില്ല. നിങ്ങൾ കണ്ടോ? ഇത്രയും നേരം പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചില്ലേ? ഇനി ഇപ്പം കുറച്ച് എൻ്റെ ഒച്ചയും കൂടെ ആസ്വദിക്കാം അല്ലേ? ആ ഉറുമ്പോടുന്ന് എടുക്കാൻ നോക്കിയിട്ട് അതിന് ഒഴിച്ച് ബാക്കി എല്ലാം എടുത്തു. പിന്നെ കുറച്ച് കാടും മലയും പുഴയൊക്കെ കടന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തി. അതായത് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തി എന്നാണ് പറഞ്ഞത്. സോറി. കൊറോണ ടൈമിലൊരു ഗാർഡൻ തുടങ്ങിയതാണ്. ഇത് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. കുറച്ച് മുല്ലയും കൂടെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ പറമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കാനൊക്കെ. അപ്പം അതിൻ്റെ കുറച്ച് പ്രഹസനങ്ങളും കൂടെ ഉണ്ട്. ഭയങ്കര എസ്തെറ്റിക്കായിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഈ കാടും മലയും പുഴയൊക്കെ കാട് മാത്രം കണ്ട് ബോറടിക്കുന്നുണ്ടാവല്ലേ? കുറേ പ്രാന്ത് പിടിച്ച് മുല്ല മുട്ടിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര കുറേ മുട്ടിട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് നിറച്ച് മുട്ടുള്ള കുറേ, ഏകദേശം 71 എന്താണ്ടാണ്. ഞാൻ അന്നത്തെ ദിവസം എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ 100 എത്രയോ കിടന്നെന്ന് തോന്നുന്നു. അത്രയും മുല്ലമുട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അത്ര മുല്ലമുട്ടുണ്ടായിട്ട് തോന്നത്തില്ല. പക്ഷെ ഒരുപാട് മുല്ലമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓരോന്നോരോന്നായിട്ടാണ് വിരിയുന്നത്. അപ്പം നമുക്കങ്ങനെ ഒരുപാടുള്ളതായിട്ട് തോന്നത്തില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് 1 കപ്പ് ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ പതിവില്ലാത്തൊരു പരിപാടിയാണ് ഈ 2 കപ്പ് ചായ എന്ന് പറയുന്നത്. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ഇച്ചിരി എസ്തെറ്റിക് ആവാൻ ശ്രമിച്ചതാണ്. പാളിപ്പോയി. ഇത്രയും എൻ്റെ കാടും വീടും ഒക്കെ കണ്ട് എന്നെ സഹിച്ച് ശ്രവിച്ചവർക്ക് വലിയ നന്ദി. ടാറ്റ.